ഒരു കാലഘട്ടത്തിൽ വി ഡി സതീശൻ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയതാണ് ഈ കോൺഗ്രസിന്റെ ഈ സൈബർ ഗ്യാങ്ങുകളെ. ഒന്ന് ഓർമ്മ വേണം, എത്രയോ സൈബർ ആക്രമണങ്ങൾ വന്നിട്ടുണ്ട് ഇവരുടെ ഭാഗത്തുനിന്ന് മറ്റു പാർട്ടികൾ ഉള്ളിലെ നേതാക്കൾക്കെതിരെ, വനിതാ നേതാക്കൾക്കൊക്കെതിരെ. അന്നൊക്കെ അവരെ ന്യായീകരിച്ച് പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ച പ്രതിപക്ഷ നേതാവിന് പക്ഷേ ഇപ്പോൾ ആ സൈബർ ആക്രമണത്തിന്റെ ചൂടെന്താണെന്ന് മനസ്സിലായിരിക്കുകയാണ്. ഇന്ന് ആദ്യമായിട്ട് പ്രതിപക്ഷ നേതാവ് ആ സൈബർ ആക്രമണത്തിലെ അതൃപ്തി തുറന്നു പറയുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിച്ചത് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഒരുമിച്ച് ചേർന്നാണ്. ഇതിലും ശക്തമായ നടപടി വേണമെന്നായിരുന്നു പല നേതാക്കളുടെയും അഭിപ്രായം. പക്ഷേ നടപടി കഴിഞ്ഞ് സൈബർ ആക്രമണം നേരിടേണ്ടി വന്നത് തനിക്ക് മാത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ഏകകണ്ഠമായി എടുത്ത തീരുമാനം, ഞങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്നെടുത്ത തീരുമാനം, അതിനകത്ത് ഒരുപാട് പേർക്ക് കുറച്ചുകൂടി തീവ്രമായ അഭിപ്രായം ഉണ്ടായിരുന്നു, കുറച്ചുകൂടി. പക്ഷെ ഞങ്ങൾ ലീഡർഷിപ്പ് പറഞ്ഞ ഇതാണ് സ്ഥിതി. എല്ലാവരും കൂടി ഏകകണ്ഠമായൊരു തീരുമാനം എടുത്തു. ഡൽഹിയിൽ നിന്ന് നമ്മുടെ ദേശീയ പാർട്ടിയാണ് പൂർണ്ണമായ അംഗീകാരം. അവരിത് പഠിച്ച് മനസ്സിലാക്കി ഈ നടപടി യുക്തമായ നടപടിയാണ് ഉടനെടുക്കാൻ അനുവാദം തന്നു. അതിനുശേഷം KPCC പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. ദൗർഭാഗ്യവശാൽ അതിനുശേഷം എന്നെ മാത്രം സിംഗിൾ ഔട്ട് ചെയ്ത് എന്നെ മാത്രം ആക്രമിക്കാം. എനിക്ക് യാതൊരു വിരോധമില്ല. കാരണം ഞങ്ങളത് അന്വേഷിച്ച ആരാണെന്ന്. ഒരു 25 പേരാണ്. ആ 25 പേർക്ക് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധമില്ല. എല്ലാവരും കൂടി എടുത്തൊരു തീരുമാനത്തിൽ എന്നെ മാത്രമാണ് പറയുമെങ്കിൽ ഞാൻ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. പാർട്ടിക്ക് വേണ്ടിയിട്ടല്ലേ തീരുമാനം എടുത്തത്, എല്ലാവരും കൂടി എടുത്ത തീരുമാനമാണ്. ഇനി അല്ല, ഞാനതിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ല. ഞാനതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. ഞാനും കൂടി പങ്കാളിയായ മുഴുവൻ നേതാക്കന്മാരുടെയും ഏകാഭിപ്രായത്തിലെടുത്ത തീരുമാനമാണ്. പിന്നെ ആക്രമിക്കുന്ന ആരാ? ഏതെങ്കിലും പാർട്ടിക്കാരുണ്ടോ അതിനകത്ത്? ഏതെങ്കിലും പാർട്ടി പരിപാടി പങ്കെടുത്താനുണ്ടോ? നിങ്ങൾ എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നതാണല്ലോ. ഏതെങ്കിലും സമരത്തിൽ പോലീസിന്റെ ക്രൂരമായ ലാത്തിച്ചാർജ് ഏറ്റ ആരെങ്കിലും ഉണ്ടോ ആ കൂട്ടത്തിൽ? ഏതെങ്കിലും സമരത്തിൽ ഒരു വെള്ളത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നവനുണ്ടോ? സമരത്തിൽ പങ്കെടുത്തവനുണ്ടോ? ഒരാളുമില്ല. ഇത് പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകളാണ്. പുറത്തുനിന്നും വിദേശത്തുനിന്നും ഫേക്ക് ഐഡിയയിലും അല്ലാതെ. ഇപ്പം ഈ കാലത്ത് ആർക്കെതിരെ പറ്റും? എനിക്ക് പറ്റും. പക്ഷെ എനിക്ക് ടാർഗറ്റ് ഇല്ല. ഞാൻ ആർക്കെതിരെ ചെയ്യണത്? എനിക്ക് ടാർഗറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യണം. ഞാൻ വിചാരിച്ചാലും നടക്കും. ഒരു 25 ഐഡിയ ഉണ്ടാക്കി, 25 ഫേക്ക് ഐഡിയ ഉണ്ടാക്കി, ഒരു 50 പേര് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുറച്ച് കാശും കൂടി കൊടുക്കിയാൽ കുറച്ച് യൂട്യൂബ് ചാനൽ കൂടി കിട്ടും. ഇതിനു വേണ്ടി മാത്രമല്ല, വേറെ കാര്യത്തിൽ റീച്ച് കിട്ടിയിരിക്കുന്ന ആളുകളെ ഹയർ ചെയ്തിട്ട് അതുകൂടി ചെയ്ത് ആരെ വേണമെങ്കിലും കൊല്ലാം. ഞാൻ അതിലൊന്നും ഭയപ്പെടുന്ന ആളല്ല. കാരണം സോഷ്യൽ മീഡിയയോ ഈ സൈബർ ആളുകളൊന്നുമല്ല തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മുടെ ബോധ്യങ്ങളിൽ നിന്നാണ്. ആ ബോധ്യങ്ങളിൽ നിന്നെടുത്ത തീരുമാനം വെച്ചാൽ നമ്മുടെ നിലപാടിൻ്റെ ഭാഗമാണ്. ആ നിലപാടിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളം മുഴുവൻ, ഈ 25 സൈബർ പോരാളികളല്ല, കേരളം മുഴുവൻ അലയടിച്ചു വന്നാലും, കടൽ പോലെ അലയടിച്ചു വന്നാലും തീരുമാനത്തിൽ മാറ്റമില്ല.